ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വ്ലോഗ് വിത്ത് മീ. ഇന്ന് നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഓഫ് അവർ ജേർണിയാണ് കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് യു ഓൾ നോ വി ഹാവ് ഗോൺ ടു സിംഗപ്പൂർ. പക്ഷേ അതിനു മുന്നിൽ നമുക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് പോയാലോ? എന്നിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ പ്രിപ്പറേഷൻ ഈസ് ഗെറ്റിംഗ് യു സം മണി. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നിയറസ്റ്റ് വെസ്റ്റേൺ യൂണിയൻ സെൻറ്ററിൽ പോവുക. ആൻഡ് അതിന് നമ്മൾ ഡോളർ കൺവേർട്ട് ചെയ്യിക്കുക, നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുക. സോ അതിന് വേണ്ട ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു നല്ല എക്സ്ചേഞ്ച് സെൻറ്റർ കണ്ടുപിടിക്കണം. സോ എക്സ്ചേഞ്ച് സെൻറ്റർ ഞങ്ങൾ കണ്ടുപിടിച്ചത് കൊച്ചിയിലുള്ള കൊച്ചിൻ ഫോറെക്സ് ആണ്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദാറ്റ് പ്ലേസ്. ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്. നല്ല ആൾക്കാരാണ്. The process was very smooth and very easy for us throughout. So I am very excited. This is our first trip and this is the Singaporean dollar. So this is our first international currency. This is what the currency looks like. See, this is a $50. So ഞങ്ങൾ ആകെ മൊത്തം $200 ആണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. So this we going to split and save and everything. ഇത് only for എമർജൻസി സിറ്റുവേഷൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് സേവ് ചെയ്തേക്കുന്നത്. സോ യാ, ആൻഡ് കീപ് വാച്ചിങ് ദ വ്ളോഗ്. ദർ സം മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഫോർ യു ഓൺ ദ ലൈൻ. താങ്ക് യു. അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ക്യാബ് ബുക്ക് ചെയ്ത് യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ ഇത്. സോ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻറ്റോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫീലിങ്ങും ഒരു എന്തോ നമ്മളൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത പോലെ ഒരുള്ള ഫീലിങ്. അപ്പോൾ ഞാൻ ഓർത്തു പോകുമ്പം വഴിയിലേക്കൂടി നിങ്ങളെയും കൂട്ടിയിട്ട് പോവാമെന്ന്. സോ ഇത് നമ്മുടെ എടപ്പള്ളി ഏരിയയിലുള്ള മറ്റേ വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 45 മിനിറ്റ്സ്, ഒരു 1 ഹവറിനുള്ളിൽ നമ്മൾ എയർപോർട്ട് എത്തി. ഇതാണ് എയർപോർട്ടിൻ്റെ എൻട്രൻസ്. T3. Yes. ഇവിടെയൊക്കെ എത്തിയപ്പം ഒരു രക്ഷയില്ലാത്ത എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് വരെ ആരും ഇൻ്റർനാഷണൽ എയർപോർട്ട് പോയിട്ടില്ല. ഞാനാണെങ്കിൽ ഡൊമസ്റ്റിക്കായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഒരു മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 15-20 ഫ്ലൈറ്റെങ്കിലും എടുക്കുന്ന ഒരാളാണ് ഞാൻ ഡൊമസ്റ്റിക്കിൽ. പക്ഷേ എന്ന് വെച്ചാൽ എന്നാലും എനിക്ക് ഇന്ന് വരെ ഇൻ്റർനാഷണലിൽ പോകാനൊരു അവസരം കിട്ടിയില്ല. സോ ഈ വ്ളോഗ് is dedicated to all those people who have never traveled internationally and looking for that motivation. So I hope I can motivate you people. നിങ്ങളെല്ലാവരും എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ സാധിക്കട്ടെ. ഞാൻ എന്താ പറയുക, വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് സിംഗപ്പൂർ എയർലൈൻസിലാണ് കേട്ടോ. ആക്ച്വലി ഇത് നമ്മളോട് ആരോ റെക്കമെൻഡ് ചെയ്തായിരുന്നു. അതായത് നമ്മളൊരു പ്രാവശ്യം സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എടുക്കണം, കാരണം നല്ലൊരു ഫ്ലൈറ്റാണ് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ അങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയില്ല. നമ്മുടെ യൂഷ്വൽ വിസ്താര ഫ്ലൈറ്റ് പോലെ തോന്നിയുള്ളൂ. ഇതാണ് എൻ്റെ ഫൂട്ടേഡ്, അതായത് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. വളരെ ഞാൻ ആക്ച്വലി സ്റ്റൈലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നോക്കില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ ഇതിനെക്കുറിച്ചും ഇപ്പോൾ ഈ കാണുന്ന ഇതിനെക്കുറിച്ചും ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു. ആക്ച്വലി ഇത് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷനാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തോ ഫോർച്യുനേറ്റ്ലി ഇപ്പോൾ കാണുന്നില്ല. നിങ്ങൾ ക്യൂ അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി. സോ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ഇഫ് യു ആർ ട്രാവലിംഗ് ഇൻ്റർനാഷണലി ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണത്. നമ്മുടെ ഈ ഡിജി യാത്രയൊക്കെ പോലെയുള്ളൊരു സംഭവമാണ്. സോ യു ക്യാൻ ട്രൈ. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ ഇമിഗ്രേഷൻ എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി വിത്ത് ഗോഡ്സ് ഗ്രേസ്. ആരും നമ്മളോട് ആകെ 3-4 ചോദ്യം ചോദിച്ചുള്ളൂ. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എത്ര ദിവസത്തേക്ക് പോകുന്നു, എവിടെ താമസിക്കുന്നു, അങ്ങനെ 3-4 ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ ഡിന്നർ ബർഗർ കിങ് ആൻഡ് മസാല ദോശ. അമ്മ എങ്ങനെയുണ്ട്? ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയുണ്ട്? നല്ലതാണ് ഗൈസ്. ഇവിടെ മുതലാണ് എനിക്കൊരു പ്രശ്നം തുടങ്ങിയത്. ഭയങ്കരമായ ഷോൾഡർ പെയിൻ, അസഹനീയം എന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ ഞാൻ ഫോർച്യുനേറ്റ്ലി ഒരു മസാജർ എടുത്തിരുന്നു, ടെൻസ് മസാജർ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് ഫിക്സ് ചെയ്ത്
ഫുൾ ടൈം എയർപോർട്ടിലിരുന്നത് മസാജ് ചെയ്യിച്ചു. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ റിലീഫ് കിട്ടി. ഈ മസാജർ ത്രൂ ഔട്ട് ദ ട്രിപ്പ് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. എയറോ ബ്രിഡ്ജിലേക്ക് കൂടി അങ്ങനെ കുറേ നേരം വെയിറ്റിംഗ് ഒക്കെ ഞങ്ങൾ എയറോ ബ്രിഡ്ജിലേക്ക് കൂടി കയറി നടന്നു. അവിടെ ചെറുതായിട്ട് ലൈറ്റായിട്ട് എനിക്കത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് കയറി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അവിടെ കാണാം വിൻഡോസിൻ്റെ മുകളിൽ ഒരു ക്രിസ്മസ് റീത്തൊക്കെ വെച്ചിരുന്നു. ഒരു നല്ല ഫീലായിരുന്നു. ബട്ട് ഐ വുഡൻ സേ ഇറ്റ് ഈസ് ലൈക്ക് അത്രയും ഹൈപ്പ് ചെയ്ത ഫ്ലൈറ്റൊന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് എ റെഗുലർ 737 ബോയിങ് 737 ഫ്ലൈറ്റ് ആയിരുന്നു. കുഴപ്പമില്ല. നമ്മുടെ വിസ്താരയുടെ ഒക്കെ എഫക്റ്റ് ഉള്ളൊരു ഫ്ലൈറ്റ്. സോ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂർ ഏകദേശം ഒരു 2000 മൈലാണ് ദൂരം. നമ്മുടെ ടൈം ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരു 2.5 മണിക്കൂറിൻ്റെ ഡിഫറൻസാണ് ഇന്ത്യയും സിംഗപ്പൂർ തമ്മിൽ. സിംഗപ്പൂർ ഇസ് 2.5 hours അഹെഡ് ഓഫ് അവർ ടൈം സോൺ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല ടച്ച് സ്ക്രീൻ ആയിരുന്നു കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എയർ ഇന്ത്യയുടെ അവിടുത്തെ ഫ്ലൈറ്റിലൊക്കെ കയറി ബട്ടൺ വർക്ക് ചെയ്യില്ല, സ്വിച്ച് വർക്ക് ചെയ്യില്ല എന്നുള്ള അവസ്ഥ ആയിരുന്നില്ല. നല്ല വെൽ മെയിൻറ്റെയിൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണുമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇല്ലേ, ഒരു ഫസ്റ്റ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു ചെറുതായിട്ടുള്ളൊരു നെർവസ്നെസ്സും പിന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക്. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് എന്നുള്ളത് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇത് നല്ല രസമുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വീഡിയോ ആയിരുന്നു. പിന്നെ നമുക്ക് നല്ല രസമായിട്ടുള്ള ഒരു സംച്വസ് ആയിട്ടുള്ള മീലായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ഹിന്ദു നോൺ വെജ് മീലായിരുന്നു. പിന്നെ പപ്പയ്ക്ക് ഡയബറ്റിക് മീലായിരുന്നു. അപ്പോൾ ഡയബറ്റിക് ആയതുകൊണ്ട് ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഫിഷ് കറി ആയിരുന്നു. എനിക്ക് ഫിഷ് കറി ഭയങ്കര ഇഷ്ടമായി. ഞാൻ യൂഷ്വലി എൻ്റെ ലൈഫിൽ ഫിഷ് കറി കഴിക്കാത്ത ഒരാളാണ്. അതെ, പലവരും ഇത് കേട്ടാൽ ചെറുപ്പിനെ തല്ലിക്കൊല്ലും. പക്ഷേ എന്നാലും ഫിഷ് കറി ആയിരുന്നു കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് വൈൻ സെർവ് ചെയ്ത് ഞാൻ ഹാഫ് ഗ്ലാസ് വൈൻ എടുത്ത് വെച്ചു. അങ്ങനെ സിംഗപ്പൂരിലെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് കാണിക്കാൻ പറ്റില്ല. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ, വെരി വെരി അൾട്രാ കംഫർട്ടബിൾ കോഡ് സെറ്റ് ലൗഞ്ച് വെയർ. ഒരു പോക്കറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇറ്റ്സ് വെരി നൈസ് ആൻഡ് കംഫർട്ടബിൾ. സോ അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂരിലെ ടോയ്ലറ്റിലെത്തി. ഇതാണ് സിംഗപ്പൂരിലെ ടോയ്ലറ്റ്. എന്തൊരു ശാന്തം, എന്തൊരു നല്ല മണം. ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്ന കാറാണിത്. ഗൈസ്, അങ്ങനെ വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ സിംഗപ്പൂർ കണ്ണുകളാൽ കാണുകയാണ്. പക്ഷെ സത്യം പറയാലോ, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. തുടക്കത്തിൽ പോയപ്പോൾ ഇല്ലേ, എനിക്കറിയില്ലത് ജെറ്റ് ലാഗ് വരുമോ ഈ 2.5 മണിക്കൂർ ഫ്ലൈറ്റിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ ആകെ ഒരു പസിൽഡ് ആയിരുന്നു കേട്ടോ. യൂഷ്വലി ഞാൻ ട്രാവലിംഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ വളരെ കാം ആയിട്ടുള്ള എന്തൊക്കെയോ ഇമോഷണൽ ഒരു സർജൊക്കെ ഉണ്ടായി എനിക്ക്. നമ്മൾ സിംഗപ്പൂർ കണ്ട ആദ്യത്തെ ഇംപ്രഷൻ ഞാൻ പറയാം. എനിക്ക് നമ്മുടെ ഡൽഹിയിലൊക്കെ നോട്ട് പ്ലേസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഫക്റ്റാണ് കിട്ടിയത്. അത് സ്പെഷ്യലായിട്ടൊരു വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ആദ്യം. പിന്നെയാണ് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുന്തോറും റോഡുകളുടെ ഭംഗിയും ഗ്രീനറിയും മറ്റേ ബിൽഡിങ്സും അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ കണ്ടപ്പം പിന്നെ എനിക്ക് കുറേശ്ശെ സ്റ്റാർട്ടഡ് സിങ്കിങ് ഇൻ ദാറ്റ് ഓക്കെ ഐ ഹാവ് ലെഫ്റ്റ് ദ കൺട്രി ആൻഡ് ദിസ് ഈസ് എ ന്യൂ കൺട്രി ഫോർ മീ എന്നുള്ളൊരു ഫീലിംഗ് വന്നു തുടങ്ങി കേട്ടോ. സോ do this for me, like if you are watching my video this far, ഇത്രയും 9 മിനിറ്റ് എത്തിയെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്തിടണം നിങ്ങൾ ആദ്യമായിട്ട് പോയ കൺട്രി ഏതാണെന്ന് കേട്ടോ, മറക്കരുത്. ഞങ്ങൾ ദാഹിച്ച് വെള്ളം കുടിക്കാൻ ഒരു 7-Eleven വന്നു. ഇതാണ് 7-Eleven. അങ്ങനെ 230 രൂപയുടെ വെള്ളം 500 ml വെള്ളം വാങ്ങി ഞങ്ങൾ ദാഹം തീർത്ത് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ
ആദ്യം കണ്ട സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കാലെടുത്ത് വെച്ചു. നമ്മൾ പോയത് ശരവണ ഭവനിലാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നത് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു നല്ല സ്ഥലമാണ്. വളരെ നല്ല സ്ഥലം. ഹൈലി റെക്കമെൻഡ്. നിങ്ങൾ സിംഗപ്പൂർ വരികയാണ്, ഇന്ത്യൻ ആണെങ്കിൽ എന്തുകൊണ്ടും ലിറ്റിൽ ഇന്ത്യയിൽ താമസിക്കുന്നത് ഏറ്റവും നല്ലത്. ഞങ്ങൾ താമസിച്ചത് വട, പൊങ്കൽ, സാമ്പാർ, ചട്നി, എല്ലാം പ്ലെയിൻ ദോശ. അപ്പോൾ അടുത്ത് വന്ന് ഞങ്ങളൊരു മസാല ദോശ കഴിച്ചു, പൊങ്കലും കഴിച്ചു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ കാർത്തികേയൻ്റെ ഒരു മൂർത്തി, നമ്മൾ ആക്ച്വലി അന്യ രാജ്യത്ത് പോയി ഇത് കാണാമെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം മമ്മി പറഞ്ഞത് നമ്മൾ എന്തായാലും എടുത്ത് എല്ലാവരെയും കാണിക്കണമെന്ന്. സോ ഇതാണ് ലിറ്റിൽ ഇന്ത്യ. നമ്മൾ ആക്ച്വലി സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് ഒക്കെ പോയ ഒരവസ്ഥയാണ് സത്യം പറയാലോ. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും തമിഴരാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും തമിഴ് മക്കളാണ്. നമുക്കൊരു ജോയ ലൂക്കാസ്, നമ്മുടെ ഇന്ത്യ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്ത്യ, ലെസ് ക്രൗഡഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്ത്യ ആയിട്ടാണ് എനിക്ക് സിംഗപ്പൂർ സത്യമായിട്ടും തോന്നിയത്. ഇനി ഞങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ഫേമസ് മുസ്തഫ സെൻറ്റർ. വളരെ നീളമുള്ള ആ കാണുന്ന എൻഡ് വരെ മുസ്തഫ സെൻറ്ററാണ്. ഇത് എൻറ്റയർലി മുസ്തഫ സെൻറ്റർ. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ മോർ. ഇതാണ് മിനി ഇന്ത്യ, ലിറ്റിൽ ഇന്ത്യ സോറി. ആൻഡ് ആനന്ദ് ഭവൻ, കോപ്പർ ചിമ്നി, നമ്മുടെ നാട്ടിലുള്ള അർബൻ റോട്ടി, അഞ്ചപ്പാർ, ബാലാജി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, മലബാർ ഗോൾഡ്സ്. ഇത് ഫുൾ മുസ്തഫയാണ്. ഒരു എൻഡ് മുതൽ വേറൊരു എൻഡ് വരെ മുസ്തഫയാണ്. മുസ്തഫ ഇപ്പോൾ എന്നോട് ഒരു അഭിപ്രായം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാണോ സിംഗപ്പൂർ എന്നതിൽ എനിക്കൊരു സംശയമുണ്ട്. അല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ്. റീസൺ ബീങ്, എല്ലാത്തിനും വില കൂടുതലാണ് ഇവിടെ. എവറിത്തിങ് ഈസ് സ്ലൈറ്റ്ലി ഹയർ. നമ്മുടെ ഹായ്, ഇതൊക്കെ പ്രാവുകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സാധനങ്ങൾക്ക് വില കുറച്ച് അധികമാണ്. അല്ല, ഞാൻ പറയായിരുന്നേ, സിംഗപ്പൂർ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ചെരുപ്പ്, ഡ്രസ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വില അധികമാണ്. നമ്മൾക്ക് ഇവിടെ എല്ലാത്തിനും വില കുറച്ച് അധികമാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലേ മമ്മിയുടെ അഭിപ്രായം എന്താ? ചെറിയ വ്യത്യാസങ്ങളുണ്ട്, വലുതായിട്ടൊന്നുമില്ല. മമ്മിയുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എന്താണ് ഇവിടെ? എൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില സാധനങ്ങൾക്ക് കൂടുതലാണ്. പപ്പ ഇവിടെ ഉണ്ട്. എന്നിട്ട് പറയും ചില സാധനങ്ങൾക്ക് വില കൂടുതലാണ്. ലൈക്ക് ക്രീം, ഫേസ് ക്രീം, കോൾഡ് ക്രീം, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കുറവുണ്ട്, നല്ല വില കുറവുണ്ട്. പക്ഷേ സ്ലിപ്പേഴ്സ്, ചെരുപ്പുകൾ, തുണികൾ, ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. ഭയങ്കര നമ്മുടെ ഇന്ത്യൻ മണിയെക്കാട്ടും കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചെരുപ്പുകൾക്കൊക്കെ നല്ല വില വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നത് ബ്രാൻഡഡ് ഐറ്റംസ് കുറച്ച് വില കുറവാണ്. ഞാനൊരു പെർഫ്യൂം വാങ്ങി, ഡോൾച്ചെ ആൻഡ് ഗബാനയുടെ. അതെനിക്ക് 4000 രൂപയ്ക്ക് കിട്ടി. ഐ തിങ്ക് ഔട്ട്സൈഡ് സിംഗപ്പൂർ മേ ബി കുറച്ച് അധികമായിരിക്കും. കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസ് അല്ലേ, കോസ്മെറ്റിക്സ് സംബന്ധമായ സാധനങ്ങൾക്കൊക്കെ ഒത്തിരി ലാഭമുണ്ട്. കോസ്മെറ്റിക്സ് കറക്റ്റ്. ബാക്കിയുള്ളതൊക്കെ തുണിയും ചെരുപ്പ്, അങ്ങനത്തെ ബാഗ്, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കൂടുതലാണ് അല്ലേ. ശരി. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. അടുത്ത് പിടി, ഉള്ളിൽ താഴെ 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 താഴെ. കുറച്ച് ദൂരം കാണിച്ചെടുത്താൽ കുറച്ച് താഴെ പിടി. ഇതിപ്പോൾ ഇതിലെ കൂടി വരും താഴെ.
നോക്കട്ടെ. Extremely good. എന്താ സൂപ്പർ. നോ ആഡഡ് ഷുഗർ. താഴോട്ടുകൂടി കയ്യെടുക്കൂ. ഞാൻ താഴോട്ട് കാണിച്ചിരുന്നു. നോ ആഡഡ് ഷുഗർ ആയത്. എക്സലൻറ്റ്. മസ്റ്റ് ട്രൈ. $2. മേ ബി ട്രൈ കരുങ്കി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട് ലോബി, നോട്ട് ലോബി ബട്ട് ദി ഔട്ട്സൈഡ് ഓഫ് ദ ഫ്രണ്ട് ലോബി. ദിസ് ഈസ് എ ഹ്യൂജ് കട്ട് ആപ്പിൾ. ഇതിൻ്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്താണ് ഇതിൻ്റെ ആർട്ടിസ്റ്റിക് സിഗ്നിഫിക്കൻസ്? നോബഡി നോസ്. ആൻഡ് മൂവിങ് ഓൺ. ഇപ്പോൾ ഇവിടെയൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാവിടെയും. നല്ല റെഡ് കളർ ഡെക്കറേഷൻ. റെഡ് ആൻഡ് ഗോൾഡൻ ആണ് ഇവരുടെ തീം. എന്തൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണെന്നൊക്കെ കാണുന്നുണ്ടോ? ഞങ്ങളുടെ അങ്ങനെ ഒരുപാട് നേരത്തെ അലഞ്ഞു തിരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ റൂം കിട്ടി. നമ്മൾ താമസിക്കുന്നത് 11th ഫ്ലോറിലാണ്. ഈ ഹോട്ടലിൻ്റെ പേര് വൺ ഫാരർ എന്നാണ്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്ലേസ് ഗൈസ്. അടിപൊളി സ്ഥലമാണ്, നല്ല ഇതാണ്. പക്ഷേ എനിക്കില്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോന് ശേഷം എനിക്ക് കുറേ പേര് കമൻറ്റ് ഇട്ടും പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു, ഭയങ്കര ലെങ്തി ആയിപ്പോയി വീഡിയോന്ന്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് സീ യു. ഇപ്പോൾ ഇവിടെ രാത്രിയായി ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഗുഡ് നൈറ്റ്. ബൈ ബൈ.